ഈ ഫ്രീലാൻസിങ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിലേക്കുള്ളൊരു വാതിലും കൂടെയാണ്. സത്യം. നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഫ്രീലാൻസിങ് ചെയ്ത് അതിനെക്കുറിച്ച് അതിൻ്റെ ചലഞ്ചസ് ഒക്കെ പഠിച്ചിട്ട് ബിസിനസ്സിലോട്ട് കൺവേർട്ട് ചെയ്ത് ഈസിയാണ് സ്കെയിൽ ചെയ്യാൻ. എന്നാണ് എപ്പോഴാണ് ഫ്രീലാൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നൊരു സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു വലിയ സംശയമുണ്ട്. അപ്പോൾ അതിനൊരു കറക്റ്റായിട്ടൊരു ഏജ് ഉണ്ടോ? ഈ ഫ്രീലാൻസിങ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിലേക്കുള്ളൊരു വാതിലും കൂടെയാണ്. സത്യം. നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഫ്രീലാൻസിങ് ചെയ്ത് അതിനെക്കുറിച്ച് അതിൻ്റെ ചലഞ്ചസ് ഒക്കെ പഠിച്ചിട്ട് ബിസിനസ്സിലോട്ട് കൺവേർട്ട് ചെയ്ത് ഈസിയാണ് സ്കെയിൽ ചെയ്യാനായിട്ട്. അതായത് ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഏറ്റവും ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ അങ്ങനെ ചെയ്തു തന്നിട്ടുള്ളത്. ശരിയാ. ഒരു ബിസിനസ് അപ്പോൾ നമുക്ക് എന്തായാലും ഒരു സിസ്റ്റം പ്രോസസ്സും ബിൽഡ് ചെയ്യാൻ ഈസി ആയിരിക്കും. പിന്നെ ഇതിലൊന്നും എക്സ്പീരിയൻസ് ചെയ്ത് വരുമ്പോൾ നമ്മൾ ചെയ്തു വന്ന സാധനങ്ങൾ ഇങ്ങനെ ഡെലഗേറ്റ് ചെയ്ത് പോയാൽ മാത്രം മതി. അപ്പോൾ ഒരു സിസ്റ്റം പ്രോസസ്സും ബിൽഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സിമ്പിളാണ് സ്കെയിൽ ചെയ്യാനായിട്ട്. അതെ.